ശാന്തപ്പനെ ചോദ്യം ചെയ്യാൻ ഇവളാരാ? ഇവളാരുമല്ല, എനിക്കറിയാം. എന്നാലേ ഇവക്ക് ധൈര്യം കൊടുക്കുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. മാഷേ, മരുമോനെയും എന്റെ സ്വന്തം മോളെയും മാഡത്തിന്റെ വീട്ടിലേക്ക് വിരുന്നിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ ഞങ്ങള്. ആര്, നീയോ? വിരുന്നിന് 5-10 തടയാനുള്ള വഴി നോക്കി നടക്കല്ലേ നീ? സ്വന്തം മകൾക്ക് വിരുന്ന് കൊടുക്കാത്തവൻ കണ്ടവന്റെ കൊച്ചിന് വിരുന്ന് കൊടുക്കാൻ നടക്കുന്നു. നാണം കേട്ടോ. മാഷേ, കണ്ടവന്റെ മോളെന്ന് പറയരുത്. അവളിപ്പോ ഈ വീട്ടിലെ മരുമകളാ. കുറച്ച് സംസ്കാരത്തോടെ സംസാരിക്കണം. സംസ്കാരം എന്താണെന്നറിയാത്തവരോട് രാജി സംസാരിച്ചോണ്ടിരിക്കുന്നേ. സംസ്കാരമുള്ളവനാണല്ലോ ഈ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഇവനെ നിന്ന് പഠിക്കാം സംസ്കാരം എന്താണെന്ന്. മാഷേ, തന്റെ ചുരുക്കെന്താണെന്ന് എനിക്കറിയാം. ദേ, ഈ നിൽക്കുന്ന തുണിക്കച്ചവടക്കാരിയെ ഞാൻ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചില്ല, കൊണ്ടുപോയില്ല. അതല്ലേ കാര്യം. കൊണ്ടുപോകണമെങ്കില് ഒരന്തസ് വേണം. നിശ്ചയിച്ചത് വേറൊരുത്തനുമായിട്ടുള്ള കല്യാണം. എന്നാ കിട്ടിയതോ മറ്റൊരുത്തന്. എനിക്ക് തലയുയർത്തി അന്തസ്സായി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയവളാ അവള്. അതൊക്കെ എന്റെ ദത്തുപുത്രി ശ്രേയമോള്. തന്റെ മൂത്ത മോനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അതും താൻ താലിയെടുത്ത് കൊടുത്തിട്ട് അതും നടത്തി കാണിച്ചില്ലേ? അവളെ എന്റെ മോളെന്ന് പറയുന്നതിൽ അഭിമാനവും അന്തസ്സും ഉണ്ടോ എനിക്ക്? ഈ തെരുവ് കച്ചവടക്കാരി എന്റെ മോളാണെന്ന് പറഞ്ഞ അതെനിക്ക് കിട്ടൂടോ? പറയണോ? പറയാൻ. അല്ല, നിങ്ങളുടെ ദത്തുപുത്രി നിങ്ങളെയും നിങ്ങളുടെ മോളെയും കൊല്ലാൻ നോക്കിയത് മറന്നുപോയോ? ഈ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. 2 ജീവൻ വെച്ചാ കളിച്ചത്. പക്ഷെ എന്റെ അച്ഛൻ നിങ്ങൾക്ക് മോക്കും ജീവൻ തിരിച്ചു വന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ സഞ്ജയനെ ക്ഷണിക്കാൻ നടക്കേണ്ടി വന്നേനെ. പിന്നെ കല്യാണം നടക്കാതെ ദേ ആയിരപ്പറയിലെ ഈ പുതുമണവാളൻ കാവി കൊടുത്ത് കാശിക്ക് പോകേണ്ടി വന്നേനെ. എടാ അനിയാ, ശാന്തപ്പം മാവനോട് സംസാരിക്കുന്നുണ്ട്, അത് മാത്രം ചെയ്യും. എനിക്ക് ഇന്നലത്തെ കാര്യം ആലോചിച്ച് വട്ടായിരിക്കോ? എന്റെ സ്വഭാവം നീ മാറ്റരുത്. നീ എന്തിനാണ് ഇവനൊക്കെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കും. ശാന്തപ്പ, നീ മോളെ ഇവനെ കൊണ്ട് പോവാൻ നോക്ക്. ശരിയാണല്ലോ. ഞാൻ എന്തിനാ വെറുതെ എന്റെ നാവിന്റെ എനർജി കളയുന്നത്? എവിടെ എന്റെ ദത്തുപുത്രി ചീഫ് എഞ്ചിനീയർ? മോള് മുറിയിലുണ്ട്. നിങ്ങൾ സംസാരിക്കുക ഹേമേ, ഞാൻ പോയി മോളെ റെഡിയാക്കാം. എന്താ എന്താണ് നിന്റെ കണ്ണ് ചെമ്പോത്തിന്റെ കണ്ണൂലി ഇരിക്കുന്നേ? നീ ഇന്നലെ ഉറങ്ങിയില്ലേ? എല്ലാരും കൂടെ ഓരോന്ന് ഓർമ്മിച്ചെന്റെ മാറ്റി കേക്കണ്ട. നിങ്ങളുടെ മോള് ചെയ്ത പണിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട്. അല്ല, ചീഫ് എഞ്ചിനീയർ മോൾ എന്ത് ചെയ്തിട്ടാ നീ അവളോട് ദേഷ്യപ്പെടുന്നേ? അതിന് ഞാൻ മേഡത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്വന്തം മോളെ കുറിച്ചാ. അവൾ എന്റെ മോളാണെന്ന് പറഞ്ഞ് എന്റെ ടെമ്പർ തെറ്റിക്കല് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ മോളല്ല, എന്റെ അമ്മായിയുടെ മോള്. അങ്ങനെ പറ. അവൾ എന്താ ചെയ്തത്? മണിയർ ഒരുക്കി കഴിഞ്ഞ് ആ റൂമിലേക്ക് പോയി. എന്നിട്ട് മേഡം പാലുമായിട്ട് റൂമിൽ വന്നു. വരണമല്ലോ, പറയടാ, ദാഹടിപ്പിക്കാതെ പറയടാ. അപ്പോഴല്ലേ കറണ്ട് പോയത്. കറണ്ട് പോയി? പോയതല്ല, കളഞ്ഞു. അമ്മായിയുടെ മോള് താ നിൽക്കുന്നുണ്ടല്ലേ? അവളങ്ങനെ ചെയ്യും വരുവനെ. കാല് മുതൽ നെറുകന്തല വരെ കുശുമ്പും സ്വാർത്ഥതയുമാ. എന്റെ മോൾ ഇവിടെ ഒന്ന് കയറിയതേ അവക്ക് ദഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ നിനക്ക് ആദ്യ രാത്രി എൻജോയ് ചെയ്യാൻ പറ്റൂടാ? നാണോ ഇല്ലേ നിങ്ങക്ക്? ആരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിച്ചോളും. ആ വിശ്വാസം കാണിച്ചാലല്ലേ മോന്താ കള്ളുടിക്കാൻ കാശ് കിട്ടുള്ളൂ. നിങ്ങളെ കാണുമ്പോ മാത്രല്ല, ഓർമ്മ വരുമ്പോ പോലും അറപ്പും വെറുപ്പും തോന്നുക. കല്ലുമോളുടെ ജീവൻ വെച്ച് അവള് വിലപേശിയത്. കല്ലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലേ? നന്ദി കെട്ടവൻ. ജീവിതത്തിന്റെ സ്ഥാനം നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റ് ജന്മം. മരുവനെ, ഇനിയുള്ള രാത്രികളിൽ നിങ്ങൾക്കുള്ളതാ, നിങ്ങൾക്ക് മാത്രം എൻജോയ് ചെയ്യണ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കുളിച്ച് റെഡിയായി വരാം. ചെല്ലി, പെട്ടെന്ന് വാ. പോ, ചെല്ലി, പോവാടാ. പോ, അങ്ങോട്ട് പോ. പോട്ടെന്ന് വാ.